നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരനൂറ്റാണ്ടിലൊരിക്കൽ നടക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണത്തിന് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ് ഇന്ന്. സൂര്യന്റെ മുഖം ചന്ദ്രൻ മറയ്ക്കുന്ന കാഴ്ച പസഫിക് സമയം രാവിലെ 11:07 മുതലാണ് ദൃശ്യമാവുക. മെക്സിക്കോയിലും കാനഡയിലും US-ലെ ടെക്സസ് ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങളിലും ഗ്രഹണം നേരിട്ട് കാണാനാകും. ഏതാനും സ്ഥലങ്ങളിലല്ലെങ്കിലും മേഘങ്ങൾ കാഴ്ച മറച്ചേക്കാമെന്ന അറിയിപ്പ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ദൃശ്യമാകില്ല. ഇന്ത്യൻ സമയം രാത്രി 9:13 മുതൽ ഏപ്രിൽ 9 വെളുപ്പിന് 2:22 വരെയാണ് വിവിധയിടങ്ങളിൽ ഗ്രഹണം ദൃശ്യമാകുന്നത്. വളരെ അപൂർവമായ അനുഭവമായിരിക്കും ഏപ്രിൽ 8-ന്, അതായത് ഇന്ന് സമ്പൂർണ്ണ സൂര്യഗ്രഹണമെന്ന് ഗവേഷകർ കരുതുന്നു. പക്ഷേ ഇന്ത്യ അടക്കം മിക്ക ഏഷ്യൻ രാജ്യങ്ങളും ഇത് കാണാനാകില്ല. അതേസമയം ഈ സൂര്യഗ്രഹണം അമേരിക്കയെ മാന്ദ്യത്തിൽ നിന്ന് കരകയറ്റുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇത്തവണത്തെ സൂര്യഗ്രഹണത്തിൽ അമേരിക്കയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസ്സുകളാണ് നടക്കുക. അടുത്ത 20 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ ഇത്രയും ദൈർഘ്യമേറിയതും വ്യക്തവുമായ സൂര്യഗ്രഹണം ഉണ്ടാകില്ല എന്നതാണ് ഇതിന് പിന്നിലെ കാരണം. ആളുകൾ ഇത് അടുത്ത് കാണാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്നുമുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഡസൻ കണക്കിന് വിമാനങ്ങളാണ് അമേരിക്കയിലെ 14 നഗരങ്ങളിൽ തുടർച്ചയായി പറന്നത്. അമേരിക്കയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ സൂര്യഗ്രഹണം വ്യക്തമായി ദൃശ്യമാകുന്ന നഗരങ്ങളിൽ എത്തിച്ചേരുന്നു. ഏറ്റവും കൂടുതൽ സമയം പകൽ ഇരുട്ടായിരിക്കാൻ പോകുന്ന നഗരങ്ങളിൽ ആളുകൾ ഹോട്ടലുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പലരും മാസങ്ങൾക്ക് മുൻപ് ഇതിനായി ബുക്കിംഗ് നടത്തിയിരുന്നു. ആകാശത്ത് നിന്ന് സൂര്യഗ്രഹണത്തിന്റെ വിസ്മയ കാഴ്ച കാണാൻ ലക്ഷങ്ങളാണ് ഇവർ മുടക്കുന്നത്. ടെക്സാസ്, ഒക്ലഹോമ, മിസോറി, ഇല്ലിനോയ്സ്, ഇന്ത്യാന, മിഷിഗൺ, അർക്കൻസാസ്, ടെനസി, കെൻകി, ഒഹിയോ, പെൻസിൽവാനിയ, ന്യൂയോർക്ക്, വെർമോണ്ട്, ന്യൂ ഹാംഷെയർ, മെയിൻ എന്നിവയാണ് പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്ന അമേരിക്കയിലെ നഗരങ്ങൾ. ഈ നഗരങ്ങളിൽ ഏകദേശം 4.5 മിനിറ്റ് പകൽ ഇരുട്ടിന് വഴിമാറും. അമേരിക്കയിൽ ഏകദേശം 4,40,00,000 ആളുകൾ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കും. ഇവിടെ വിമാന ടിക്കറ്റുകളുടെ ആവശ്യകത 1500% വർദ്ധിച്ചു. സൗത്ത് വെസ്റ്റ്, ഡെൽറ്റ തുടങ്ങിയ എയർലൈനുകൾ നിരവധി വിമാനങ്ങൾ സർവീസിനായി ഇറക്കും. പല എയർലൈൻ കമ്പനികളും നേരത്തെ തന്നെ ഇതിനായി സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങിയിരുന്നു. പലരും ലക്ഷങ്ങൾ നൽകിയാണ് വിമാനത്തിലെ വിൻഡോ സീറ്റുകൾ അടക്കം ഉറപ്പിച്ചത്. ഗ്രഹണത്തിന്റെ പാതയിലൂടെ കടന്നുപോകുന്ന വിമാനങ്ങളുടെ വഴികൾ കണ്ടെത്താൻ 4 മാസം മുൻപ് ഗവേഷണം നടത്തിയ 100 കണക്കിന് ആളുകൾ അമേരിക്കയിലുണ്ട്. ഡെൽറ്റ എയർലൈൻസ് 2 പ്രത്യേക വിമാനങ്ങൾ പ്രഖ്യാപിച്ചു. ലക്ഷങ്ങളുടെ ടിക്കറ്റുകൾ തൽക്ഷണം വിറ്റു. അമേരിക്കയിലെ പല നഗരങ്ങളിലും ഹോട്ടൽ റൂമുകളുടെ ആവശ്യം 1200 മടങ്ങ് വർദ്ധിച്ചു. ഗ്രഹണ സ്ഥലങ്ങൾക്കായി ഗതാഗത കമ്പനികൾ പ്രത്യേക പാക്കേജുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. പല കമ്പനികളും സോളാർ എക്ലിപ്സ് പാർട്ടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കി സൂര്യഗ്രഹണം കാണാനുള്ള ക്രമീകരണങ്ങൾ നടന്നു വരികയാണ്. ശാസ്ത്രജ്ഞരും വിദഗ്ധരും ക്ലബിൽ സോളാർ പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. പ്രവേശനത്തിന് $20 ഈടാക്കിയിരുന്ന ക്ലബ്ബുകൾ ഇപ്പോൾ $325 ഈടാക്കുന്നത്. ISO സർട്ടിഫൈഡ് കണ്ണടകളുടെ ആവശ്യം ഗണ്യമായി വർദ്ധിച്ചു. പല വെബ്സൈറ്റുകളിലും $3 കണ്ണടകൾ $16 വിൽക്കുന്നു. $1.5 ബില്യൺ ബിസിനസ് ടെക്സാസിൽ മാത്രം പ്രതീക്ഷിക്കുന്നു. $230 മില്യൺ വരെ മൂല്യമുള്ള ബിസിനസ് വെർമോണ്ടിലും നടക്കുന്നുണ്ട്.